സ്വരാജ് ലാമ എന്ന ബംഗളൂരുകാരന്റെ ദയനീയ സ്ഥിതി കഷ്ടമാണ്. അദ്ദേഹത്തിന് സംഭവിച്ചത് വളരെ ദാരുണമായ സംഭവമാണ്. അതിന് എത്ര കൈകഴുകിയാലും നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്, പോലീസിന് അതിൽ നിന്ന്, ആ പാപക്കറയിൽ നിന്ന് മുക്തി ഉണ്ടാവുകയില്ല. സ്വരാജ് ലാമയുടെ കഥ ഇങ്ങനെയാണ്. അദ്ദേഹം കുവൈറ്റിൽ വളരെ ഗംഭീരമായി നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന മനുഷ്യനാണ്. പെട്ടെന്നാണ് അവിടെ ഉണ്ടാകുന്ന ഒരു അപകടത്തിന് നേർസാക്ഷിയാവുകയും അദ്ദേഹത്തിന്റെ ഓർമ്മ നശിച്ചു പോവുകയും ചെയ്തു. ആ ദുരന്തത്തിൽ നിരവധി ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതോടുകൂടി അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നീട് കുവൈറ്റിൽ നിർത്തിയിട്ട് കാര്യമില്ല. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അവരവിടെ അക്കോമഡേറ്റ് ചെയ്യില്ല. അങ്ങനെ കുവൈറ്റ് അധികൃതർ ഇന്ത്യൻ എംബസിയിൽ എത്തിക്കുകയും ഇന്ത്യൻ എംബസി അവിടെ നിന്ന് അദ്ദേഹത്തെ കൊച്ചി കാരണം എവിടെയാണ്, എന്താണ്, പാസ്പോർട്ടിൽ ഇന്ത്യയാണെന്ന് മാത്രമല്ല, അങ്ങനെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിമാനം കയറ്റിവിടുന്നു. 2025 ഒക്ടോബറിലാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നത്. ഒക്ടോബർ 5-ാം തീയതി അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുന്നു. പോകേണ്ടത് എവിടേക്കാണെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ താൻ ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥ. 56 വയസ്സേ ഉള്ളൂ. ആലോചിച്ച് നോക്കുക. നല്ല രീതിയിൽ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഓർമ്മ നശിച്ച് കുവൈറ്റിൽ നിന്ന് ആ നാട് കടത്തപ്പെട്ട് തിരിച്ച് സ്വന്തം നാട്ടിലെത്തുന്നു, സ്വന്തം രാജ്യത്തെത്തുന്നു. സ്വന്തം നാട് ബംഗളൂരുവാണ്. അപ്പോ ഇദ്ദേഹം വരുന്ന വിവരങ്ങളൊക്കെ ഒരുപക്ഷെ കുവൈറ്റിലെ അധികൃതർ വീട്ടുകാരെ അറിയിച്ചിരിക്കണം. കേരളത്തിലേക്കാണ് വരുന്നത്, കേരളത്തിൽ കൊച്ചിയിലാണ് എത്തുന്നത് എന്നൊക്കെ അറിയിച്ചിരിക്കണം. അതുകൊണ്ടാണ് കൊച്ചിയിൽ ഈ 5-ാം തീയതി എത്തിയ മനുഷ്യനെ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുടുംബത്തിന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നെടുമ്പാശ്ശേരി പോലീസിൽ ഒക്ടോബർ 8-ാം തീയതി തന്റെ ഭർത്താവിനെ കാണാനില്ലെന്ന ഈ സ്വരാജ് ലാമയുടെ ഭാര്യ പരാതി കൊടുത്തു. പോലീസിന് അതേ ദിവസം തൃക്കാക്കര പോലീസ് 2025 ഒക്ടോബർ 8-ാം തീയതി വൈകുന്നേരം തൃക്കാക്കര പോലീസ് ഈ പരാതി ലഭിച്ച, നെടുമ്പാശ്ശേരി പോലീസിന് ഈ പരാതി ലഭിക്കുന്ന അതേ ദിവസം തൃക്കാക്കര പോലീസ് ഇദ്ദേഹത്തെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സ്വരാജ് ലാമയെ കണ്ടെത്തി അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ നെടുമ്പാശ്ശേരി പോലീസ് ഈ മാൻ മിസ്സിംഗിന്റെ കേസ് സമീപ സ്റ്റേഷനുകളിലേക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് കൈമാറിയിരുന്നില്ല. അതുകൊണ്ട് തൃക്കാക്കര പോലീസിന് ഇയാളെ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഏതോ ഒരു വ്യക്തി, അല്ലെങ്കിൽ അല്പം മാനസിക വിഭ്രാന്തിയുള്ള ആൾ എന്നൊക്കെ കരുതി അവര് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കും. പിന്നീട് വീണ്ടും ഇദ്ദേഹത്തെ ആശാ വർക്കർമാർ ഒക്ടോബർ 8-ാം തീയതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ വിട്ടു. ചികിത്സയൊക്കെ ലഭിക്കണമെന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞുവിടും. ഇദ്ദേഹത്തിന് വേറെ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. എന്നാൽ ഒക്ടോബർ 10-ാം തീയതി ഒരു വീടിന്റെ മുൻവശത്ത് സംശയാസ്പദമായി കണ്ട് ആശാ വർക്കർമാരെ പോലീസിനെയൊക്കെ അറിയിച്ച് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്, കൊച്ചിയിൽ തന്നെ. അന്ന് ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് കണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹം മിസ്സിംഗ് ആവും. കാരണം ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഒന്നുമില്ല, ഓർമ്മശക്തി കുറവാണ്. ഇദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ടാകണം. പക്ഷേ ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും കാണാതാവുന്നു. അതിനുശേഷം ഈ അടുത്ത ദിവസങ്ങളിലാണ് കളമശ്ശേരി HMT, അറിയാം, HMT ഇപ്പോ കുറെ അധികം വികസിച്ചിട്ടുണ്ടാകണമെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് HMTയുടെ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു വശത്ത് കാട് മൂടി കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുന്നത്. 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് ഈ ബന്ധുക്കളുടെ ഒക്കെ DNA സാമ്പിളൊക്കെ പരിശോധിച്ചിട്ടാണ് പോലീസ് ഇത് മരിച്ച സ്വരാജ് ലാമ തന്നെയാണ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ റിപ്പോർട്ടുമായി ഹൈക്കോടതിയിൽ പോയ ഉദ്യോഗസ്ഥരെ കോടതി പൊളിച്ചടുക്കി. നിങ്ങൾ ഒരു മാൻ മിസ്സിങ്ങിന് പരാതി ലഭിച്ചാൽ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ സ്റ്റേഷനുകളിലേക്കും അതിന്റെ ഇന്റിമേഷൻ, അതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കണമെന്നുണ്ട്, കാണാതെ പോയ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 1-ാം തവണ ഈ ഒക്ടോബർ 8-ാം തീയതി തൃക്കാക്കര പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ സ്വരാജ് ലാമയെ 10-ാം തീയതി പിടിക്കുമ്പോഴെങ്കിലും കൃത്യമായി മനസ്സിലാക്കാമായിരുന്നു, ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നേനെ, അദ്ദേഹത്തിന് മതിയായ ചികിത്സ ബന്ധുക്കൾ നൽകുകയും ചെയ്തേനെ. പക്ഷേ കേരള പോലീസിന്റെ, പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി, കളമശ്ശേരി, തൃക്കാക്കര ഈ ഭാഗങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊന്നും കൃത്യമായി പ്രവർത്തിച്ചില്ല. ഏതോ ഒരാൾ എന്ന് കരുതി എഴുതിവിട്ടു. ഒരു ജീവൻ പൊലിഞ്ഞുപോയി, ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടു. മകൻ അവസാനം ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് കൊണ്ടാണ് ഇങ്ങനെ പോലീസിന് നടപടി, അതായത് DNA പരിശോധനയൊക്കെ നടത്തി നടപടി സ്വീകരിക്കാനെങ്കിലും പോലീസ് തയ്യാറായത്. ഈ പോലീസ് എങ്ങനെ ഈ മനുഷ്യന്റെ ജീവന് വില പറയും? ഇത് വലിയ പാഠമാണ്. നമുക്കൊക്കെയും തന്നെ വന്നു ചേരാവുന്ന അപകടമാണ് ഇതൊക്കെ. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ സ്ഥലം അറിയാതെ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോവുക. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസ്
ഉടനടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാതെ പോലീസുകാര് അവരുടെ ബന്ധുത്വം മാത്രം, അല്ലെങ്കിൽ ബന്ധുബലവും ബന്ധുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് നീതി തേടി എവിടെയാണ് പോകാൻ കഴിയുക? ഈ പോലീസ് കൃത്യമായി കുറ്റം ചെയ്തുവെന്ന്, അല്ലെങ്കിൽ അവർക്ക് വീഴ്ച പറ്റിയെന്ന് കോടതിയുടെ നിരീക്ഷണവും വന്നിട്ടുണ്ട്. നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിന്.